ബ്രിങ് ബാക്ക് ഇമ്രാൻ ഖാൻ. ഈ ഇമ്രാൻ ഖാൻ ആരാണെന്ന് ചിലപ്പോൾ ഇപ്പോഴത്തെ ജെൻസി പിള്ളേർക്ക് അറിയില്ലുണ്ടാവില്ല. കാരണം ഒരു 2008 2013 വരെ ഈ സിനിമകളിൽ, ഹിന്ദി സിനിമയിൽ കുറച്ച് ഉദിച്ചു വന്ന ഒരു താരമായിരുന്നു ഇമ്രാൻ ഖാൻ എന്ന് പറയുന്നത്. ഇത് ആമിർ ഖാൻ്റെ ഒരു നെഫ്യൂ കൂടിയായിരുന്നു. ജാനെ തൂ യാ ജാനിന, ഐ ഹേറ്റ് ലവ് സ്റ്റോറീസ് തുടങ്ങിയ സിനിമകളിൽ, മേരി ബ്രദർ കി ദുൽഹൻ എന്നീ സിനിമകളിലൊക്കെ നല്ല രീതിയിൽ ഒരു ഗേൾസിൻ്റെ ഒക്കെ ഹാർട്ട് ത്രോവ് ആയിരുന്ന ഒരാളായിരുന്നു ഇമ്രാൻ ഖാൻ. പിന്നീട് പെട്ടെന്ന് ഇദ്ദേഹം ബോളിവുഡിൽ നിന്നും സിനിമയിൽ നിന്നൊക്കെ പെട്ടെന്ന് വിരമിച്ചിട്ട് തനിക്ക് ഈ ഒരു ഫെയിമിൽ നിന്നൊന്ന് മാറി നിൽക്കണമെന്ന് തോന്നിയിട്ട് വിരമിച്ച് പോയിട്ടുള്ള ഒരാളാണ്. ഒരു പക്ഷേ അദ്ദേഹം ആ ഒരു ജേണി തുടർന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് രൺബീർ സിംഗിൻ്റെ കൂടെയും രൺബീർ കപൂറിൻ്റെ കൂടെയൊക്കെ വരേണ്ട ഒരാളായിരുന്നു ഇമ്രാൻ ഖാൻ. ശരിക്കും ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമയാണ് ഡൽഹി ബെല്ലി എന്ന് പറഞ്ഞിട്ടൊരു പടം. നല്ല എൻജോയബിൾ ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ള സിനിമയാണ്. ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള ഒരു മനുഷ്യനായിരുന്നു. പെട്ടെന്ന് ഇദ്ദേഹം ഡിസപ്പിയർ ആവുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ഞാനിങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ ഒരു ടി വിയിൽ ചാനൽ മാറ്റുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു സോങ് കാണുന്നത്. ആ ഒരു സോങ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇദ്ദേഹം എവിടെ പോയി. സത്യത്തിൽ ഇദ്ദേഹം ബോളിവുഡിൽ നിന്ന് തൻ്റെ മാനസികമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇദ്ദേഹം വിരമിച്ചത്. എനിക്ക് കുറച്ച് ഇഷ്ടമുള്ളൊരു ആളായിരുന്നു ഇമ്രാൻ ഖാൻ. സോ ഹോപ്പിംഗ് ഹി വിൽ ബി ബാക്ക് ഇൻ മൂവീസ്.